प्यारे बच्चों, आदाब। दसवीं जमात के ऑनलाइन क्लास के लिए तमाम बच्चों को खैर मकदम। पिछले क्लास में हम लक्ष्मी की आप बीती बड़ी तफसील से बयान किए। मेहनत रंगलाई नामी दूसरे सबक के तमाम सरगर्मियाँ भी पूरा किया। आज हमें तीसरा मॉड्यूल, तीसरा सबक की तरफ जाए। तीसरा सबक है काबुलीवाला। കാബൂളിവാല एक കഹാനി है। പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ മെഹനത്ത് രംഗിലായി എന്ന ലക്ഷ്മിയുടെ ആത്മകഥ നന്നായി വിശദീകരിച്ചു, നന്നായി മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. ഇനിയും ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ള ഏതാനും കുട്ടികൾ വളരെ പെട്ടെന്ന് ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പ്രവർത്തനങ്ങൾ അയച്ചു തരണം. ഇനി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ, മൂന്നാമത്തെ പാഠഭാഗമായ കാബൂളിവാലയിലേക്ക് പ്രവേശിക്കുകയാണ്. കാബൂളിവാല ഒരു കഥയാണ്. കാബൂളിവാല എന്ന ഈ കഥ രവീന്ദ്രനാഥ ടാഗോർ രചിക്കപ്പെട്ടതാണ്. സ്നേഹത്തിന് ഭാഷയുടെയോ വേഷത്തിൻ്റെയോ വയസ്സിൻ്റെയോ അതല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ യാതൊരു അതിർവിരമ്പും ഇല്ല എന്നതാണ് അദ്ദേഹം ഈ കഥയിലൂടെ നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. रविंद्रनाथ टैगोर की लिखी हुई एक अच्छी कहानी है काबुलीवाला। काबुलीवाला एक काफी मशहूर कहानी है। उसमें एक काबुल, अफगानिस्तान के काबुल का एक सौदागर, एक ताजिर रविंद्रनाथ टैगोर ने हिंदुस्तान के लोगों के दिलों में कायम कर दिया। इस कहानी का सबसे बड़ा वाकया ये है कि अफगानिस्तान का एक गरीब सौदागर है, एक गरीब बंजारा है, ताजिर है, रहमत। वो अपने कर्ज से निजात पाने के लिए हमारे हिंदुस्तान में पहुंच गया। इस वक्त काबुल वाला, अफगानिस्तान वाला, रहमत और हिंदुस्तान की एक छोटी लड़की मिनी, इन दोनों में क्या हो गया, बड़ी प्यार व मोहब्बत हो गई और वो आपस में दिली ताल्लुक कायम रखा। इस कहानी में रविंद्रनाथ टैगोर ने हमको ये पढ़ाया है, प्यार और मोहब्बत को उम्र की फ़र्क नहीं, देश की फ़र्क नहीं, भाषा की फ़र्क नहीं, ज़ात पात कौम की फ़र्क नहीं. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കാബൂളിവാല എന്നത്
ജനഗണമന എന്ന ദേശീയ ഗാനത്തിൻ്റെ വക്താവ് നോബൽ പ്രൈസ് ജേതാവായ ജനഗണമനയുടെ കവി രവീന്ദ്രനാഥ ടാഗോറിന് എഴുതിയ ഒരു ചെറിയ കഥയാണ്, മനോഹര കഥയാണ് കാബൂളിവാല. ഈ കഥയിൽ അദ്ദേഹം കാബൂളിൽ നിന്ന് ഒരു കച്ചവടക്കാരനെ ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയങ്ങളെ പ്രതിഷ്ഠിക്കുകയാണ് ടാഗോർ ചെയ്തത്. അതായത് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് തനിക്കുണ്ടായ കടം വീട്ടാനായി ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയ ഒരു അഫ്ഗാൻകാരനും മിനി എന്ന ഇന്ത്യക്കാരിയായ ഒരു കൊച്ചു പെൺകുട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ അടയാളപ്പെടുത്തുകയാണ് ടാഗോർ കാബൂളിവാല എന്ന കഥയിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ അദ്ദേഹം ഇതും വ്യക്തമാക്കി തരുന്നു, സ്നേഹത്തിനും സൗഹൃദത്തിനും ബന്ധങ്ങൾക്കും പ്രായത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ ജാതിയുടെയോ അതിർവരമ്പുകളില്ല. അതുപോലെ വ്യാപാരം എന്നത്, കച്ചവടം എന്നത് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളപ്പെടുത്തലാണെന്നും രവീന്ദ്രനാഥ ടാഗോർ കാബൂളിവാല എന്ന ഈ കൊച്ചു കഥയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഓക്കെ, കാബൂളിവാലയുടെ വക്താവായ രചയിതാവായ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ കണ്ടുപിടിക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, प्यारे बच्चों, काबूलीवाला इस खूबसूरत कहानी की निगार रवींद्रनाथ टैगोर के बारे में हम कुछ बातें जानना ज़रूरी है. देखिए बच्चों, रवींद्रनाथ टैगोर बंगाली ज़बान के मशहूर शायर, ബംഗാളി ഭാഷയിലെ പ്രശസ്ത കവിയാണ്. അഫ്സാന നിഗാർ സ്റ്റോറി റൈറ്ററാണ്. നാവൽ നിഗാർ നാവൽ രചയിതാവാണ്. मुखालिमा निगार डायलॉग निगार और इंशाया निगार है एस्से राइटर. वो 7 मई 7 തീയതി 1861 1861 ईस्वी में कलकत्ता में पैदा हुए. 1861 മെയ് 7 കൽക്കത്തയിൽ ജനിച്ചു. उनकी पहली किताब അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥം സിർഫ് 17 बरस की उम्र में शाये हुई. 17ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഗ്രന്ഥം പുറത്തിറക്കിയത്. 1913 1913 ईस्वी में अदब के सिलसिले में नोबल प्राइज मिला. 1913 സാഹിത്യ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് നോബൽ പ്രൈസ് നേടി. ഹിന്ദുസ്ഥാൻ കാ കൗമി തറാന ജനഗണമന ഉൻകാ ഷേരി മജ്മുഅ ഗീതാഞ്ജലി സെ ലിയാ ഹൈ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന അദ്ദേഹത്തിന്റെ ഷേരി മജ്മുഅ കാവ്യ സമാഹാരമായ ഗീതാഞ്ജലി സെ ലിയാ ഹൈ ഗീതാഞ്ജലിയിൽ നിന്നും എടുത്തതാണ്. 7 അഗസ്റ്റ് 1941 1941 ईस्वी में उनका इंतकाल हुआ. 1941 ആഗസ്റ്റ് 7 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ കാബൂളിവാല എന്ന രവീന്ദ്രനാഥിന്റെ കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത്വാർ കാ ദിൻ ഥാ ഞായറാഴ്ച ദിവസമായിരുന്നു. ലക്ഷ്മി अपने दोनों बच्चों के साथ झोंपड़ी के बरामदे में बैठे बातें कर रही थी. लक्ष्मी अपने दोनों बच्चों के साथ मालती और साजन के साथ झोंपड़ी के बरामदे में തന്റെ കുടിലിന്റെ വരാന്തയിൽ बैठकर बातें कर रही थी സംസാരിക്കുകയായിരുന്നു. इस वक्त कपड़े बेचने वाला एक बंजारा सामने के रास्ते से गुजर रहा था. इस वक्त ഈ സമയം കപ്പടെ ബേച്ചിനെ വാല ഏക് ബഞ്ചാര ഏക് സൗദാഗർ വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ സാമനെ കെ രാസ്തേ സെ മുന്നിലുള്ള വഴിയിലൂടെ ഗുസർ രഹാദ ചൽ രഹാദ ഏ ദേക്കർ അത് കണ്ട് സാജൻ അമ്മയോട് പറഞ്ഞു, മേരെ ലിയേ ഏക് ജോഡെ കപ്പടെ ഖരീദ് ദീജിയേ അമ്മിജാൻ. അമ്മിജാൻ മേരെ ലിയേ ഏക് ജോഡെ കപ്പടെ ഖരീദ് ദീജിയേ. അമ്മച്ചി എനിക്ക് ഒരു ജോഡി വസ്ത്രം വാങ്ങിത്തരണം. ഇത് കേട്ട് അമ്മ പറഞ്ഞു, ഹാ ബേട്ടെ ജറൂർ വ മേരി ഖ്വായിഷ് ഹെ.
വോ മേരി ആർസു ഹെ. അതേ മോനെ, തീർച്ചയായും അത് എൻ്റെ അഭിലാഷമാണ്, എൻ്റെ ആഗ്രഹമാണ്. ബഞ്ചാരെ കോ യഹാ ബുലാ ലീജിയെ. ബഞ്ചാരെ കോ, സൗദാഗിർ കോ യഹാ ബുലാ ലീജിയെ. ആ കച്ചവടക്കാരനെ ഇങ്ങോട്ട് വിളിക്കൂ. അത് കേട്ട് മാലതി പറഞ്ഞു, നഹി അമ്മീജ, ബഞ്ചാരെ സെ കപ്പടെ നഹി ഖരീദേംഗെ, भैया के लिए हम बाजार से खरीद देंगे. ये बंजारे लोग ज्यादा मुतबर नहीं होते. അമ്മ ബഞ്ചാരയെ വിളിക്കാൻ പറഞ്ഞപ്പോ മാലതി പറഞ്ഞു, നഹി അമ്മിജാൻ, അമ്മിജാൻ നഹി ബഞ്ചാരെ സെ, ആ കച്ചവടക്കാരിൽ നിന്ന് കപ്പടെ നഹി ഖരീദേംഗെ, വസ്ത്രങ്ങൾ വാങ്ങരുത്. ഭയ്യ കെ ലിയെ, ബായി കെ ലിയെ ഹം ബാസാർ സെ, ദുഖാൻ സെ, മാർക്കറ്റ് സെ ഖരീദേംഗെ. ചേട്ടന് നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങാം. ഏ ബഞ്ചാരെ ലോഗ് സിയാദ മുത്തബിർ നഹി ഹോത്തെ. ഈ വഴിവാണിഭ കച്ചവടക്കാര്, തെരുവ് കച്ചവടക്കാര് അല്ലെങ്കിൽ കാബൂളിവാലെ പോലെയുള്ള ഈ കച്ചവടക്കാര് സിയാദ മുത്തബിർ, ബരൂസ, ഈമാൻദാർ നഹി ഹോത്തെ, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ ലക്ഷ്മി ചേച്ചി തന്റെ മകളോട് പറയുന്നു, ഏത്തും ക്യാ കഹ് രഹിയോ ബേട്ടി, നീ എന്താണ് ഈ പറയുന്നത്, നീ എന്താണ് ഈ പറയുന്നത്? ഉൻകോ ബി അപ്നി റോസി റോട്ടി കേ ലിയേ കുച്ച് കാം കർണ പഡ്താ ഹൈ. ഉൻകോ ബി, ഇങ്ങനെയുള്ള കച്ചവടക്കാർക്കും അപ്നി റോസി റോട്ടി കേ ലിയേ, അപ്നി റോസി റോട്ടി ഖാനെ കേ ലിയേ, അവരവരുടെ ഭക്ഷണത്തിന് വേണ്ടി കുച്ച് കാം കർണ പഡ്താ ഹൈ, എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യൽ അവർക്ക് നിർബന്ധിതമാണ്. ये काबूली वाले की तरह घर घर घूमता है ना. ഇദ്ദേഹം കാബൂളി വാലെ കി തരേ, കാബൂളി വാലയെ പോലെ ഘർ ഘർ ഘൂംതാ ഹൈ നാ, വീടുകൾ ചുറ്റിക്കറങ്ങുകയാണോ? വോ ലോഗ് ഗരീബ് ജറൂർ ഹൈ, ആ ജനങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്, വളരെ സാധുക്കളാണ്. മഗർ ദിൽ കെ അച്ഛേ ഹേ, പക്ഷെ അവരുടെ മനസ്സ് വളരെ നല്ല മനസ്സിന്റെ ഉടമകളാണ് ഇങ്ങനെയുള്ള കച്ചവടക്കാര്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ തെരുവ് ആ തന്റെ വീടിന്റെ മുന്നിലൂടെ പോകുന്ന കച്ചവടക്കാരന് വസ്ത്രം വാങ്ങാൻ വേണ്ടി അമ്മയും സാജനും പറഞ്ഞപ്പോൾ മാലതി എന്ന് പറയുന്ന കൊച്ചനിയത്തി അതിൽ നിന്ന് അമ്മയെ തടയുന്നു. കാബൂളിവാലെ വിളിക്കരുത്, ആ തെരുവ് കച്ചക്കാരനെ വിളിക്കരുത്, അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ ഒരു സൃഷ്ടിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ അവർ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി അണ്ണാച്ചി വരും, പിടിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുട്ടികളെ ഭയപ്പെടുത്താറുണ്ട്. ഇതുപോലെ ഒരു കഥ ഒരു പക്ഷേ മാലതിയും കേട്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സാധനം വാങ്ങരുത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ കഥയിലേക്കൊന്നു, കാബൂളിവാല എന്ന കഥയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഓക്കെ. मेरी 5 बरस की बच्ची, मेरी 5 बरस की बच्ची, എൻ്റെ 5 വയസ്സുള്ള മോള്. ജിസ്കാ നാം ഹെ മിനി ഹെ, അവളുടെ പേരാണ് മിനി. ഗഡി ബർ ഖാമൂസ് നഹി രഹത്തി, ഗഡി ബർ ഖാമൂസ് നഹി രഹത്തി, വീട്ടിലെപ്പോഴും ഒച്ചപ്പാടും ബഹളവുമായിട്ട് ഇങ്ങനെ നടക്കും. ഏക് ദിൻ സുബാ സവേരെ മേ അപ്പനെ നാവൽ കാ 17വാം ബാബ് ലിഖ് രഹാ താ. ഏക് ദിൻ, ഒരു ദിവസം, സുബാ സവേരെ, അതിരാവിലെ തന്നെ, മേ അപ്പനെ നാവൽ കാ 17വാം ബാബ് ലിഖ് രഹാ താ, എൻ്റെ നോവലിന്റെ 17ാമത്തെ വോളിയം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിനിനെ ആക്കർ കഹ, മിനി വന്ന് എന്നോട് പറഞ്ഞു, ബാബുജി സുബൂദ് കൗവേ കോ കാഗ് കഹത്താ ഹെ, സുബൂദ് കൗവേ കോ കാഗ് കഹത്താ ഹെ, എന്റെ വീട്ടിലെ വേലക്കാരനായ സുബൂദ് എന്ത് ചെയ്യുന്നു, കാക്കക്ക് കാഗ് എന്ന് പറയുന്നു. ഓ കുച്ച് നഹീം ജാൻത, അവൾക്കൊന്നും മനസ്സിലായിരുന്നില്ല. और उससे पहले के मैं कुछ कहूं उसने दूसरी बात शुरू कर दी. അതിന് മറുപടിയായി ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഉസ്നെ ദൂസരി ബാത് ശുരു കർ ദി, അവൾ മറ്റൊരു കാര്യം പറഞ്ഞു. ദേഖിയേ ബാബുജി ബോലാ കഹ്താ ഹൈ कि आसमान में
हाथी अपनी सूंडों से पानी बरसाते हैं. മിനി എന്റെ അടുത്ത് വന്ന ആദ്യത്തെ പരാതി എന്തായിരുന്നു? സുബോധ് കവ്വേക്കോ കാഗ് കേത്താഹെ. സുബോധ് എന്ന് പറയുന്ന വേലക്കാരൻ കാക്കക്ക് കവ്വ എന്നതിന് പകരം കാഗ് എന്നാണ് പറയുന്നത്. മറ്റൊരു പരാതി എന്തായിരുന്നു? ബൂല എന്ന് പറയുന്ന വേലക്കാരൻ കഹത്താഹെ, ആ ബൂല പറയാണ് ആസ്മാൻ മേ ഹാത്തി അപ്നി സൂണ്ടോം സെ പാനി ബറസാത്തെ ഹെ. ബൂല ഐസി ഹി ജൂട്ടി ബാത്തേ കർത്താ ഹെ. ബൂല എന്താ പറഞ്ഞത്? ആസ്മാൻ മേ ഹാത്തി അപ്നി സൂണ്ടോം സെ പാനി ബറസാത്തെ ഹെ. മഴ പെയ്യുന്നത് ആകാശത്ത് ആനകള് തന്റെ തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റിയിട്ടാണ് മഴ പെയ്യുന്നത് എന്നാണ് ബൂല പറയുന്നത്. ബൂല ഐസിഹി ജൂട്ടി ബാത്യ കർത്തക. ബൂല ഇങ്ങനെ കള്ളം പറയുകയാണ്. ഇത് കേട്ട് മൈന ഹാസ്കർ മുന്നീസെ കഹ, ഞാൻ ചിരിച്ചുകൊണ്ട് മുന്നിയോട് പറഞ്ഞു, മിനി തോ ബൂല കെ സാത്ത് ജാക്കർ ഖേൽ, മുझे इस वक्त काम करना है. മിനി, നീ ബൂല കെ സാത്ത് ജാക്കർ ഖേൽ ഖേലോ, നീ എന്ത് ചെയ്യാം? ബൂലയുടെ കൂടെ കൂടി കളിച്ചോളൂ. മുझे इस वक्त काम करना है, എനിക്ക് കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ അവളെ പറഞ്ഞേക്കുന്നതിനിടയിൽ മേരാ ഘർ സടക്ക് കെ കിനാരെ ഹെ, എന്റെ വീട് സടക്ക് കെ കിനാരെ ഹെ, സടക്ക് കെ പാസ് ഹെ, റോഡിന്റെ അടുത്താണ്. ഏക് ദിൻ മിന്നി മേരെ കമറേ മേ ഖേൽ രഹി ഥി, ഒരു ദിവസം മിനി എന്റെ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അചാനക് വോ കേൽ ചോട് കർ ബരാമദേ മേ ആയി. അചാനക് പെട്ടെന്ന് വോ കേൽ ചോട് കർ, കളിയൊക്കെ നിർത്തിയിട്ട് ബരാമദേ മേ ആയി, വരാന്തയിൽ വന്നു. ഓർ ജോർ സെ, വളരെ ഉച്ചത്തിൽ കാബൂളി വാലേ ഓ കാബൂളി വാലേ പുക്കാറിനിലേക്ക്, കാബൂളി വാലേ എന്ന് വിളിച്ചു കൂവാൻ തുടങ്ങി. അപ്പോ വഴിയിലൂടെ, തന്റെ വീടിന്റെ റോഡിലൂടെ ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. കാബൂളി വാലേ കെ കന്ധേ പർ മേവേ കാ തേല ഔർ ഹാത്ത് മേ അങ്കൂറോ കി പഠാരി ദി. കാബൂളി വാലേ കെ കന്ധേ പർ, കാബൂളി വാലയുടെ ചുമലിൽ മേവേ കാ തേല, മേവ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ്, ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഉണ്ടാകുന്ന, അതാണ് മേവ. മേവക്ക തേല, ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളുള്ള ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അവർ ഹാത്ത് മേ അങ്കൂറോം കി പഠാരി ദി, കയ്യില് ഒരു മുന്തിരിയുടെ പാത്രവും ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ വേഷം മോട്ടെ മോട്ടെ കപടേ കാ ഡേല ഢാല കുർത്ത പഹനെ. മോട്ടെ മോട്ടെ കപടേ കാ ഡേല ഢാല കുർത്ത പഹനെ, പരുപരുത്ത വളരെ നീളം കൂടിയ വസ്ത്രം ധരിച്ചിരുന്നു. പഗടി ബാന്തേ, തലയിൽ ഒരു തൊപ്പി വെച്ചിരുന്നു. ലംബേ ഡീൽ ഡോൽക്ക ഏക്ക് കാബൂളി വാല, ആചാരബാഹുവായ ഒരു കാബൂളി വാല സടക്ക് പർ ആയിസ്ത ചലാ രഖാത. അപ്പോ റോഡിലൂടെ ഒരു കാബൂളി വാല ഇങ്ങനെ പതുക്കെ ആയിസ്ത ജാരഖാത ചലാരഖാത, പതുക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വേഷം എന്താണ്? കാബൂളി വാലയ്ക്ക് കെന്തേപ്പർ മേവേക്ക ഏക്ക് തേലാഹെ, അദ്ദേഹത്തിന്റെ ചുമലിൽ ഡ്രൈ ഫ്രൂട്ട്സുകളുടെ സഞ്ചിയുണ്ട്. അവർ ഹാത്തമേ അങ്കോറോക്കെ പഠാരീതി, കയ്യിലാണെങ്കിൽ മുന്തിരിയുടെ ഒരു പാത്രമുണ്ട്. വസ്ത്രമാണെങ്കിലോ മോട്ടെ കപടേക്ക ഡീല ഢാല കുർത്ത പകനെ, പരുപരുത്ത നീളം കൂടിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പകടി ബാന്തേ, തൊപ്പി വെച്ചിട്ടുണ്ട്. ലംബേ ഡെയിൽ ഡോൽക്കായ്ക്ക് കാബൂളി വാല, വളരെ ആകാരമുള്ള വളരെ ആചാരബാഹുവായ ഒരു മനുഷ്യൻ ആയിസ്ത ചലാരഹാത പതുക്കെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് മിന്നി വരാന്തയിൽ നിന്ന് വിളിച്ചു കൂവിയത്, കാബൂളി വാലേ ഓ കാബൂളി വാലേ. മിന്നിക്ക് ആവാസ് സുൻകർ, മിന്നിയുടെ വിളി കേട്ടപ്പോ ഹാസ് മുഖ് കാബൂളി വാലേനെ ഘൂം കർ ദേക്ക, പുഞ്ചിരിച്ചുകൊണ്ട് കാബൂളി വാല തിരിഞ്ഞു നോക്കി. മിന്നി ഗബ്രാഗയി,
മിനി അത് കണ്ട് പേടിച്ചു. और काबुली वाले को फाटक में अंदर आता देखकर वो भाग गई. വരാന്തയിൽ നിന്നാണ് കാബൂളിവാല എന്ന് വിളിച്ചത്. ശബ്ദം കേട്ട് കാബൂളിവാല തിരിച്ചു വന്നു. കാബൂളിവാലേക്കോ ഫാട്ടക് മേ ഗേറ്റ് മേ അന്തർ ആത്താ ദേക്കർ, തന്റെ വീടിന്റെ ഗേറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോ ഭാഗ് ഗയി, അവൾ ഓടിപ്പോയി. ഇസ്ലിയെ കെ മിന്നി കി മാ കഹാ കർത്തി തി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കച്ചവടക്കാരനെ കണ്ടപ്പോ മിനി ഓടിപ്പോയത്, പേടിച്ചു പോയത് എന്തുകൊണ്ടാ? ഇസ്ലിയേക്ക് ഇതുകൊണ്ടാണ്, ഇക്കാരണത്താൽ മിന്നി കി മാ കഹാ കർത്തി തി, മിനിയുടെ അമ്മ എപ്പോഴും പറയുമായിരുന്നു കെ കാബൂളി വാലെ ബച്ചോ കോ തേലേ മേ ഡാൽക്കർ ലേ ജാത്തെ ഹേ. കാബൂളി വാല എന്ത് ചെയ്യും? ബച്ചോ കോ തേലേ മേ ഡാൽക്കർ, ആ ബച്ചോക്കോ തേലേ മേ ഡാൽക്കർ, കുട്ടികളെ സഞ്ചിയിൽ പിടിച്ചുകൊണ്ട് ലേ ജാത്തെ ഹേ, കൊണ്ടുപോകുമെന്ന് മിനിയോട് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. മൈനെ മിന്നി കാ ഖൗഫ് ദൂർ കർനെ കെ ലിയെ, അങ്ങനെ കാബൂളിവാല തിരിച്ചു വരുന്നതും കണ്ട് മിനി എന്ത് ചെയ്തു? വേഗം തന്നെ ഇദ്ദേഹത്തിന്റെ റൂമിലേക്ക്, രവീന്ദ്രനാഥ ടാഗോറിന്റെ റൂമിലേക്ക് ഓടി വന്നു. मैंने मिन्नी का खौफ दूर करने के लिए उसको अंदर से बुलाया. मैंने ഞാൻ മിന്നി का खौफ, खौफ न डर, മിന്നി का डर दूर करने के लिए, മിന്നിയുടെ ഭയം ഇല്ലാതെയാക്കാൻ വേണ്ടി ഉസ്കോ അന്തർ സെ ബുലായ, അവളെ ഉള്ളിലേക്ക്, ഉസ്കോ അന്തർ സെ ബുലായ, ആ കാബൂളിവാല എന്ന കുട്ടിയെ ഞാൻ എൻ്റെ റൂമിന്റെ ഉള്ളിലേക്ക് വിളിച്ചു. കാബൂളിവാല അപ്പനി ജൂലി സെ കിസ്മസ് നിക്കാൽക്കർ മുന്നിക്കോ ദേനേലേക. അപ്പോൾ കുട്ടി സത്യത്തിൽ ഇങ്ങനെ കാബൂളിവാല എന്ന് പറയുന്ന ഈ പേടി സ്വപ്നം, അതായത് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇങ്ങനെ കാബൂളിവാല എന്ത് ചെയ്യും? കുട്ടികളെ സഞ്ചിയിൽ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോ ഏതൊരാളെ കാണുമ്പോഴും ഈ മിനി എന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് എപ്പോഴും ഇത് ഒരു കാബൂളിവാലയായിട്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പേടി സ്വപ്നമായി കൊണ്ട് നടക്കും. അപ്പൊ ആ പേടി ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? രവീന്ദ്രനാഥ ടാഗോർ ഈ കാബൂളിവാലയെ തന്റെ റൂമിലേക്ക് അന്തർ സെ ബുലായ, ഉള്ളിലേക്ക് വിളിച്ചു. കാബൂളിവാല അപ്പനി ജോലീസെ, അപ്പൊ കാബൂളിവാല എന്ത് ചെയ്തു? അപ്പനി ജോലീസെ, തന്റെ സഞ്ചിയിൽ നിന്ന് കിസ്മസ് നിക്കാൽക്കർ മുന്നിക്കോ ദേനേലേക, കുറച്ച് മുന്തിരി എടുത്തിട്ട് മുന്നിക്ക് കൊടുത്തു. മിന്നി കിസി തര ലേനെ പർ റാസി ന ഹുയി. മിന്നി കിസി തര, ഒരു വിധത്തിലും, ലേനെ പർ റാസി ന ഹുയി, പസന്ത് ന ഹുയി, അത് വാങ്ങാൻ ഇഷ്ടപ്പെട്ടില്ല. ഉസ്കാ ശുഭ ഔർ ഭി ബഡ് ഗയ, ഉസ്കാ ശുഭ, ശുഭ ഡൗട്ട്, ഷക്ക്, ഔർ ഭി ബഡ് ഗയ, വീണ്ടും അവളുടെ സംശയവും പേടിയും കൂടി. വോ ദൗഡ്കർ മുജ്സെ ലപ്പട്ട് ഗയി, അവൾ ഓടിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ തൻ്റെ മോള് ഈ കാബൂളിവാലയെ കണ്ട് തികച്ചും പേടിച്ചിരുന്നു. ആ പേടിയുടെ കാരണം എന്തായിരുന്നു? അമ്മയുടെ നേരത്തെയുള്ള വിശദീകരണമായിരുന്നു. കാബൂളിവാല സെ മേരാ താരഫ് ഇസ്തര ഹുവ, എന്നാൽ കാബൂളിവാലയെ ഞാൻ ഇങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. കാബൂളിവാലസെ, കാബൂളിവാലയുമായി മേരാ താരിഫ്, എൻ്റെ പരിചയം ഇസ്തരഹുവ, ഇപ്രകാരമായിരുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത്രയും വായിച്ചതിൽ നിന്ന് നമുക്ക് ഒരു 6 ചോദ്യങ്ങൾ, അതിൻ്റെ ആൻസറുകൾ നമ്മൾ തയ്യാറാക്കണം. ഓരോരോ പാഠഭാഗം വായിക്കുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ അപ്പോൾ തന്നെ നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം, പഹല സവാൽ, കാബൂളിവാല കിസ്കി കഹാനി ഹെ. കാബൂളിവാല കിസ്കി, ആരുടെ കഥയാണ്? ആൻസർ, കാബൂളിവാല രവീന്ദ്രനാഥ ടാഗോർ की एक अच्छी कहानी है. रवींद्रनाथ ടാഗോർ की एक अच्छी कहानी है काबुलीवाला. दूसरा सवाल, बंजारे को देखकर साजन ने अम्मी से क्या कहा? बंजारे को देखकर साजन ने अम्मी से क्या कहा എന്ത് പറഞ്ഞു? ബഞ്ചാരയെ കണ്ട് സാജൻ അമ്മയോട് എന്ത് പറഞ്ഞു? ആൻസർ എന്താ?
बंजारे को देखकर साजन ने अम्मी से कहा. साजन अम्मयोട് പറഞ്ഞു. अम्मी जान, मेरे लिए एक जोड़े कपड़े खरीद दे दीजिए. ओके. तीसरा सवाल. साजन के लिए कपड़े खरीदने में, साजन के लिए कपड़े खरीदने पर मालदी की राय क्या थी? साजन के लिए कपड़े खरीदने पर मालदी की राय क्या थी? എന്തായിരുന്നു? സാജന് വസ്ത്രം വാങ്ങുന്നതിനെ കുറിച്ച് മാലതിയുടെ അഭിപ്രായം എന്തായിരുന്നു? എന്തായിരുന്നു? ക്യാ थी? साजन के लिए कपड़ा बंजारे से नहीं खरीदना है. भैया के लिए हम बाजार से खरीदेंगे. ये बंजारे लोग ज्यादा मोतबर नहीं होते. समझा? साजन के लिए हम बंजारे से कपड़े नहीं खरीदेंगे. പിന്നെ भैया के लिए हम बाजार से खरीदेंगे. ये बंजारे लोग ज्यादा मोतबर नहीं होते. ओके. चौथा सवाल. मिन्नी की गिलाये क्या क्या थी? मिन्नी की गिलाये शिकायतें, മിന്നിയുടെ പരാതികൾ ക്യാ ഖ്യാതി എന്തൊക്കെയായിരുന്നു? മിന്നിക്ക് പ്രധാനമായും 2 പരാതികൾ അച്ഛനോട് പറയാനുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? मेरा नौकर सुबोध कौवे को काग कहता है. उसी तरह बूला क्या कहते हैं? बारिश के बारे में, മഴയെ കുറിച്ച് എന്താണ് ബൂല പറഞ്ഞിരുന്നത്? बारिश कैसे होती है? മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? आसमान में हाथी अपनी सूंडों से पानी बरसाते हैं. ऐसी शिकायतें उन्होंने बापूजी से कहा. ഇതായിരുന്നു അവരുടെ പരാതികൾ. 5वां क्वेश्चन. काबुली वाले को देखकर मिनी दौड़कर डरकर भाग गई क्यों? काबुली वाले को देखकर मिनी डरकर भाग गई क्यों? काबुली वाले കണ്ട് മിനി പേടിച്ച് ഓടിപ്പോയി. എന്തുകൊണ്ട്? मिनी के दिल में काबुली वाले के बारे में एक डर थी, घबराहट थी. കാബൂളി വാലയെ കുറിച്ച് അവളുടെ മനസ്സിൽ ഒരു പേടി, ഒരു ഭയം ഉണ്ടായിരുന്നു. ക്യോങ്കെ എന്തുകൊണ്ടെന്നാൽ ഉസ്കി അമ്മി, അതായത് മിന്നിക്ക് മാ കഹാ കർത്തി थी के काबुली वाले बच्चों को थैले में डालकर ले जाते हैं. അമ്മി ക്യാ കഹത്തി थी? അമ്മ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? കാബൂളി വാലെ ബച്ചോं को थैले में डालकर ले जाते हैं, കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. इसलिए ये खौफ, ये डर मिन्नी के दिल में हुई थी. इसलिए वो काबूली वाले को देखकर डरने की वजह से भाग गई. ओके. അവസാനത്തെ ക്വസ്റ്റ്യൻ. കാബൂളി വാലെ ने मिन्नी को क्या दिया? കാബൂളി വാലെ ने मिन्नी को क्या दिया? എന്താണ് കൊടുത്തത്? കാബൂളി വാല अपनी झोली से किस्मस निकाल कर मुन्नी को देने लगा. ഓക്കെ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളുടെ നോട്ട്സിൽ എഴുതി വെക്കുക. ബാക്കി അടുത്ത ക്ലാസ്.